നമസ്കാരം. ഇന്നൊരു വ്യത്യസ്ത വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വ്ലോഗ് ലോകം യൂട്യൂബ് ചാനൽ നടത്തുന്നതോടൊപ്പം തന്നെ ക്ലാസിക് സിനിമകൾ കാണുന്ന ഒരു ശീലം എനിക്കുണ്ട്. അങ്ങനെയാണ് സത്യജിത്രയുടെ പഥേർ പാഞ്ചാലിയും ജി അരവിന്ദൻ്റെ വാസ്തുഹാരയും കണ്ടത്. ജി അരവിന്ദൻ്റെ സിനിമകളിൽ എനിക്കേറെ ഇഷ്ടപ്പെട്ടത് വാസ്തുഹാരയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അതുല്യ നടൻ മോഹൻലാലിൻ്റെ ആദ്യകാല സിനിമകളിലൊന്നാണിത്. നമുക്കറിയാം, മോഹൻലാലിൻ്റെ വരവ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വില്ലനായി രംഗത്ത് വന്നു, ആട്ടക്കലാശത്തിലൂടെ നായകനായി, പിന്നീട് എത്രയോ സിനിമകൾ, പടയോട്ടം, രാജാവിൻ്റെ മകൻ, പഞ്ചാഗ്നി, വെള്ളാനകളുടെ നാട്, അങ്ങനെ എത്രയെത്ര സിനിമകൾ. പിന്നീട് എത്രയോ ആക്ഷൻ സിനിമകൾ, പുലിമുരുകനെ പോലുള്ള ആക്ഷൻ സിനിമകൾ, 20-ാം നൂറ്റാണ്ട്, സാഗർ ഇലിയാസ് ജാക്കി. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിനയ തികവ്, അഭിനയത്തിൻ്റെ വ്യത്യസ്തത, ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകളിൽ നമുക്ക് കാണാം. സ്വതസിദ്ധമായ അദ്ദേഹത്തിൻ്റെ അഭിനയം, ഏത് വേഷം കിട്ടിയാലും അതിനെ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള മോഹൻലാലിൻ്റെ കഴിവ് അത് അപാരമാണ്. അങ്ങനെ നാം കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് മോഹൻലാലിൻ്റെ വാസ്തുഹാര. ഇത് ഡയറക്ടർ ചെയ്തത് ജി അരവിന്ദനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കോട്ടയത്ത് ഞങ്ങളുടെ കുടുംബസുഹൃത്തായിരുന്നു ജി അരവിന്ദൻ. 1985 ഞാൻ ദൂരദർശനിലെ ജോലിയായി തിരുവനന്തപുരത്ത് വരുമ്പോൾ അച്ഛൻ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു അദ്ദേഹത്തെ പോയി കാണണമെന്ന്. അങ്ങനെ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൻ്റെ പരിസരത്ത് ഒരു ഷൂട്ടിംഗ് നടക്കുന്ന അവസരത്തിൽ, ഒരു ഡോക്യുമെൻ്ററി അദ്ദേഹം ചെയ്യുന്ന അവസരത്തിൽ ഞാൻ പോയി കാണുകയും, അന്ന് ഷാജിയൻ കരുണാണ് ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത്. അങ്ങനെ കുറേ നേരം സംസാരിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം വാസ്തുഹാരയെക്കുറിച്ച് സൂചിപ്പിച്ചു. അതായത് ശ്രീ വി ശ്രീരാമൻ്റെ കഥയാണ് വാസ്തുഹാര. അതാണ് ഇനി അടുത്ത സിനിമ. പക്ഷേ ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകാനോ അത് കാണാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. പ്രത്യേകിച്ചും ഞങ്ങളുടെ സർക്കാർ ജോലിയാണ്. അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, തിരക്കുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പോകാൻ പറ്റിയില്ല. അതൊരു സങ്കടമായിട്ട് അവശേഷിക്കുന്നു. എന്നാൽ വാസ്തുഹാര എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനം അത് ഇന്നും പ്രസക്തമാണ്. 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഒരുപാട് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്നു. പിന്നീട് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം, ആ സമയത്തും ഇതുപോലെ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായി. ആ അഭയാർത്ഥികളിൽ കുറേ പേരെയെങ്കിലും ആൻഡമാൻ ദ്വീപുകൾ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു റെഫ്യൂജി ഓഫീസർ, അതാണ് മോഹൻലാൽ, വേണു എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹം അതിന് നിയുക്തനാകുന്നു. അന്ന് ഒരു സ്ത്രീ അദ്ദേഹത്തെ കാണാൻ വരുന്നു. അവർ പറയുന്നു, ഇവിടുന്ന് ഞങ്ങളെ രക്ഷിക്കൂ, ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ ശരിയാവില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങൾ കർഷകനാണോ, മധ്യസ്ഥത വിഭാഗത്തിൽപ്പെട്ട ആളാണോ? അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അതിന് സാധിക്കുകയില്ല. അദ്ദേഹം മുറിയിൽ പോയി വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ സ്ത്രീയുടെ മുഖം വന്നു. അദ്ദേഹത്തിന് തോന്നി ഈ സ്ത്രീ ആരാണ് എന്ന് അന്വേഷിക്കണം. അവരുടെ പേര് ആരതി പണിക്കർ എന്നാണ്. അപ്പോൾ അമ്മയോട് എഴുതി ചോദിക്കും, അമ്മ, ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു, അത് ആരാണെന്ന് പറയാമോ? അപ്പോഴാണ് മനസ്സിലാവുന്നത്, പണ്ടെങ്ങോ പുറപ്പെട്ടു പോയ കുഞ്ഞുണ്ണി പണിക്കർ എന്ന് പറയുന്ന തൻ്റെ അമ്മാവൻ്റെ ഭാര്യയാണ് ആരതി പണിക്കർ. അവരുടെ മകൾ ദമയന്തി, പിന്നെ മകനുണ്ട്. മക്കൾ രണ്ടുപേരും സ്വതന്ത്ര ഇന്ത്യയിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ സമൂഹത്തോട് കലഹിച്ചുകൊണ്ട് അവരിയ്ക്കുകയാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ ഞാൻ ജോലി ചെയ്യില്ല. MA വരെ പഠിച്ചതാണ് ദമയന്തി. പക്ഷെ അങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന, സമൂഹത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ദമയന്തിയുടെ. രണ്ടുപേരും വിപ്ലവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ മോഹൻലാലിന് തൻ്റെ അമ്മായിക്ക് അർഹതപ്പെട്ട സ്വത്ത് തിരിച്ചു കൊടുക്കണം എന്ന് ഒരാഗ്രഹത്തോടു കൂടി അദ്ദേഹം നാട്ടിൽ പോകുന്നു. അമ്മയെ കാണുന്നു, ബന്ധുക്കളെ കാണുന്നു. പക്ഷെ അവരാരും ഈ ആരതി പണിക്കരെ തിരിഞ്ഞു നോക്കുന്നില്ല, അവർക്ക് സ്വത്ത് കൊടുക്കാൻ തയ്യാറുമില്ല. അവരെങ്ങനെയാണ് കഴിയുന്നത്, കഷ്ടത്തിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു തരി സ്വത്ത് പോലും കൊടുക്കില്ല എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ആരതി പണിക്കർ ഒരിക്കൽ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളൊന്നും ഞങ്ങളെ സ്വീകരിച്ചില്ല. ആ ഗേറ്റ് പൂട്ടി.
ആ തിരിച്ചു വരുന്ന വഴിക്ക് ആ ട്രെയിനിലിരുന്ന് ഞങ്ങൾ ഒരുപാട് കരഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത്. അവർ പിന്നെ അഭയാർത്ഥികളായി മാറി. ആ അഭയാർത്ഥികളുടെ ദൈന്യതയും ഒക്കെ ഈ അമ്മയുടെ മുഖത്തുണ്ട്. ഈ റെഫ്യൂജി ഓഫീസറുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നീലാഞ്ജന മിത്ര എന്ന് പറയുന്ന ഒരു നടിയാണ്. അപ്പോൾ അവർ സംസാരിക്കുമ്പം ബംഗാളി കലർന്ന മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ വേവലാതി പൂണ്ട് കണ്ണടയെടുത്ത് തുടയ്ക്കുകയും കണ്ഠമിടറുകയൊക്കെ ചെയ്യും. ഇത് നിരൂപകർ ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ട്. അത് അരവിന്ദൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ കഴിവ് തന്നെയാണ്. നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും റെഫ്യൂജി ഓഫീസർ അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, അമ്മായിക്ക് സ്വത്ത് തരാമെന്ന് ഭവാനി അമ്മായി പറഞ്ഞിട്ടുണ്ട്. ഈ ഭവാനി അമ്മായി ഒരു കാലത്ത് കുഞ്ഞുണ്ണി പണിക്കരെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ അമ്മായി പറഞ്ഞു, എനിക്കാരുടെയും സ്വത്തൊന്നും വേണ്ട. നിന്റെ അമ്മാവൻ റെഫ്യൂജി ക്യാമ്പിൽ വെച്ച് കോളറ പിടിച്ചാണ് മരിച്ചത്. അന്ന് പലരും സഹായിക്കാമെന്ന് പറഞ്ഞു. ആരുടെയും സഹായം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പിച്ച തണ്ടിയാണ് ഞാൻ മക്കളെ വളർത്തിയത്. ഈ വേണു എന്ന് പറയുന്ന ഓഫീസർക്ക് അമ്മായിയോടും മക്കളോടും അനുകമ്പ തോന്നുന്നു, സ്നേഹം തോന്നുന്നു. അമ്മായി ആ മരുമകന് ആഹാരം കൊടുക്കുന്നു. അവരൊരുമിച്ച് പുറത്തു പോകുന്നു. വിപ്ലവകാരിയായ മകൻ ഒളിവിൽ കഴിയുന്നിടത്ത് ദമയന്തി ഈ വേണുവിനെ കൊണ്ടുപോകുന്നു. ആ പയ്യനെ കാണുമ്പോൾ വേണു അവനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ആ കുടുംബവുമായിട്ട് കൂടുതൽ അടുക്കുന്നു. ദമയന്തിയോട് ഒരിക്കൽ വേണു പറയുന്നുണ്ട്, നാട്ടിലാണെങ്കിൽ നീ എൻ്റെ മുറപ്പെണ്ണാണ്, കല്യാണം കഴിക്കേണ്ട പെണ്ണാണ്. അവൾ പറയുന്നു, ഞാൻ സഹോദരനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ കൂടുതൽ ആ ബന്ധം ദൃഢമായി. അങ്ങനെ ബംഗാളും കേരളവും ഈ രണ്ട് സംസ്കാരങ്ങളെ വളരെ മനോഹരമായി സമന്വയിപ്പിക്കാൻ അരവിന്ദന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ റെഫ്യൂജി ഓഫീസർക്ക് അഭയാർത്ഥികളെയും കൊണ്ട് കപ്പലിൽ കയറ്റി ആൻഡമാനിലേക്ക് പോകേണ്ട ദിവസം എത്തുന്നു. അതിന് തൊട്ടു മുമ്പായിട്ട് അമ്മയും മകളും ഈ തുറമുഖത്ത് വരുന്നു. മോഹൻലാലിനെ കാണുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നമ്മളിനി എന്ന് കാണും? അതിന് ആ ഓഫീസർക്ക് ഉത്തരവുണ്ടായില്ല. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ മോഹൻലാൽ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അഭയാർത്ഥികൾ കപ്പലിനുള്ളിൽ ബഹളമുണ്ടാക്കി. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കപ്പലിനുള്ളിലേക്ക് പോകും. അതെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ച് അമ്മയുടെയും ദമയന്തിയുടെ അടുത്തേക്ക് ഓടി വരാം എന്ന് പറയുമ്പോഴേക്കും കപ്പൽ ഈ തുറമുഖം വിട്ടു. ആ ഗോണിപ്പടി മടക്കി വെച്ച് കപ്പലങ്ങ് നീങ്ങുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് ആ ഓഫീസർ പോകുന്നു. വീണ്ടും അദ്ദേഹം ആ അഭയാർത്ഥികൾക്കിടയിലേക്ക് പോകുന്നു. അവരുടെ ദൈന്യത, അവർക്ക് എന്താണ് അവരുടെ ഭാവി എന്നതിനെക്കുറിച്ച് അവർക്കൊരു ഐഡിയയുമില്ല. ബംഗാളിൽ ആ സമയത്ത് ദുർഗാപൂജ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇന്റർകട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് സംവിധായകൻ ഇവരുടെ മുഖവും അപ്പോൾ ഈ സ്ത്രീകളെല്ലാം കൂടി കൊരവയിടുന്നു, ശംഖ് വിളിക്കുന്നു. ആ സമയത്ത് ദുർഗാദേവിയുടെ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്യുന്നു. വളരെ മനോഹരമായിട്ട് ആ രംഗം അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അമ്മായിയും മകളും ഈ റെഫ്യൂജി ഓഫീസറും തമ്മിലുള്ള ഒടുവിലത്തെ സീൻ വളരെ രസകരമായിട്ട്, വളരെ ഭംഗിയായിട്ട്, വളരെ വികാര വായ്പോടെ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. CV ശ്രീരാമൻ്റെ വാസ്തുഹാര എന്ന കഥ അതേപടി ചലച്ചിത്രമാക്കുകയല്ല അരവിന്ദൻ ചെയ്തത്. സ്വതന്ത്രമായ ദൃശ്യാവിഷ്കരണത്തിലൂടെ അത് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതാക്കി മാറ്റി. അസാമാന്യമായൊരു ദൃശ്യഭാഷ എന്ന് തന്നെ പറയണം. ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് ജീവിത ദർശനങ്ങളുണ്ട്. അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ, അവരുടെ നിസ്സഹായാവസ്ഥ, ദൈന്യത, ആകുലത, വ്യഥകൾ, ഇതെല്ലാം വളരെ മനോഹരമായിട്ട് ഈ സിനിമയിൽ അരവിന്ദൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇന്നും കാലാതിവർത്തിയാണ് അരവിന്ദൻ്റെ സിനിമകളെല്ലാം തന്നെ. അതിൻ്റെ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവും സൗന്ദര്യശാസ്ത്രപരവുമായ ജീവിത ദർശനങ്ങൾ ഇന്നും പഠന വിഷയമാണ്. അത്രയ്ക്ക് മഹത്തരമാണ് ആ ജീവിത ദർശനങ്ങൾ. അദ്ദേഹം സിനിമക്കാരനാകുന്നതിന് മുൻപ് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ മാതൃഭൂമിയിൽ വരച്ചിരുന്നു. അതിൽ കൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച ജീവിത ദർശനങ്ങൾ അത്രയും തൻ്റെ പിൽക്കാല സിനിമകളുടെ ദൃശ്യവൽക്കരണത്തിനെ ഏറെ സഹായിച്ചിട്ടുണ്ടെന്ന് അരവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നും എന്നും കാലത്തിനതീതമായി അരവിന്ദനെയും അരവിന്ദൻ്റെ സിനിമകളെയും ലോകം, സഹൃദയ ലോകം ഓർക്കുക തന്നെ ചെയ്യും.
ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.